ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോബിൾ ലേഡി ബൂട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് കാണിക്കുന്നത് ബഗൽപുരി സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കൂടി അയച്ചു തന്നാൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളക്ഷൻസ് വേഗം കാണാം. ഓക്കെ, ഫസ്റ്റ് കാണിക്കുന്ന ലൈറ്റ് ഗ്രേപ്പ് കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. അതിലിങ്ങനെ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിന്റ് ആണ്. ഇതാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ്. ബഗൽപുരി സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ. സെന്ററിൽ ലൈറ്റ് ഒലിവ് ഗ്രീൻ കളർ ഇതുപോലെ ഡിസൈൻ. താഴെ ടോപ്പിന്റെ ഡിസൈൻ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. ടോപ്പിന്റെ പോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. താഴെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ബോട്ടത്തിനും ഇങ്ങനെ താഴെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഒലിവ് ഗ്രീൻ കളർ. റേറ്റ് 820, 820. അടുത്തൊരു പിങ്കും പീച്ചും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഡിസൈൻ സെയിം തന്നെയാണ്. ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിന്റ് ആണ്. ബാക്കിലും സെയിം തന്നെയാണ്. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ഡെയിലി വെയറിനും ഓഫീസ് വെയറിനും അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ദുപ്പട്ട ഇതുപോലെയാണ്. സെന്ററിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. താഴെ ടോപ്പിന്റെ ഡിസൈൻ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ. ബോട്ടത്തിന്റെ താഴെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. റേറ്റ് 820, 820. പിന്നെ പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഫോൺ പേ വഴിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽസിന്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ. അടുത്ത ആഷ് കളറിലാണ്. ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ആഷ് ആണ്. അതിൽ ഡിസൈൻ സെയിം തന്നെ. ബാക്കിൽ സെയിം ഡിസൈൻ. 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട ബഗൽപുരി സിൽക്കിൽ തന്നെയാണ്. ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ. ലൈറ്റ് ബ്രിക്ക് റെഡ്. താഴെ ടോപ്പിന്റെ ഡിസൈൻ. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ. ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെ. റേറ്റ് 820, 820. അടുത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഡിസൈൻ ഇതുപോലെ. ബാക്കിലും സെയിം തന്നെ. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഹാൻഡ് വാഷ് ആണ് കേട്ടോ. സെന്ററിൽ ഇങ്ങനെ ലൈറ്റ് ഗ്രേപ്പ് കളർ ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ ടോപ്പിന്റെ ഡിസൈൻ. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെ. എല്ലാ ബോട്ടത്തിൻ്റെയും താഴെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് 820, 820. അടുത്ത ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ്. ഓഫ് വൈറ്റ് കളറിലുള്ള ഡിസൈൻ ആണ്. ബഗൽപുരി സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ. ബാക്കിലും സെയിം ഡിസൈൻ തന്നെ. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെ. ഒരു ലൈറ്റ് ഗ്രേപ്പ്, ഒരു വയലറ്റ് കൂടിയിട്ടുള്ള ഗ്രേപ്പ് ആണ് കേട്ടോ. താഴെ ടോപ്പിന്റെ ഡിസൈൻ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ സെന്റർ പോർഷന്റെ കളർ തന്നെ. താഴെ ഇങ്ങനെ ഡിസൈൻ. റേറ്റ് 820, 820. പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും പോളി ജംഗ്ഷനും ഇടയിലാണ്. വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെ വന്ന വേറെയും കളക്ഷൻസ് കാണാം. അടുത്ത ഗ്രീൻ പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിന്റ് ആണ്. ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ്. ടോപ്പിന്റെ ലെങ്ത് 48-49. ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പിന്റെ പോലെ തന്നെ സെയിം മെറ്റീരിയൽ. ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ സെന്ററിൽ കൊടുത്തിട്ടുള്ളത്. താഴെ ടോപ്പിന്റെ കളർ ഗ്രീൻ കളർ. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. നമുക്ക് ഡബിൾ സൈഡൊക്കെ വെയർ ചെയ്യാനും തലയെക്കോടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിട്ടുള്ളത് ബഗൽപുരി സിൽക്കിൽ തന്നെയാണ്. എല്ലാ ബോട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. റേറ്റ് 820, 820. അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്രിക്ക് റെഡ് കളറാണ്. ഇതുപോലെ ഓഫ് വൈറ്റ് കളർ ഡിസൈൻ. ബാക്കിലും സെയിം തന്നെയാണ് കേട്ടോ. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ദുപ്പട്ട വന്നിട്ടുള്ളത് സെന്ററിൽ ലൈറ്റ് ആഷ് കളറിൽ ഒരു ബ്ലൂ കൂടിയിട്ടുള്ള ആഷ് ആണ് കേട്ടോ. അതിലിങ്ങനെ ഡിസൈൻ. താഴെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് ആഷ് കളറിൽ ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് 820, 820. അടുത്ത ലൈറ്റ് ഗ്രേപ്പും വയലറ്റും കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതുപോലെ ഓഫ് വൈറ്റ് കളറിലുള്ള ഡിസൈൻ. ബാക്കിലും സെയിം തന്നെ. ടോപ്പിന്റെ ലെങ്ത് 48-49 ഇഞ്ചാണ്. ബഗൽപുരി സിൽക്കിലാണ് മെറ്റീരിയൽ. അത്യാവശ്യം ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാം. ഡെയിലി വെയറിനും ഓഫീസ് വെയറിനൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ദുപ്പട്ട സെന്ററിൽ ഒരു ഓണിയൻ പിങ്ക് കളറാണ്. താഴെ ഇതുപോലെ. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 ആണ്. ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ സെന്റർ പോർഷന്റെ കളറാണ്. സെയിം മെറ്റീരിയൽ തന്നെ. എല്ലാ ബോട്ടത്തിന്റെയും താഴെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റേറ്റ് 820, 820.
ബഗൽപൂരി സിൽക്കിൽ അടുത്തത് ലൈറ്റ് ഒലിവ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇതുപോലെ ഓഫ് വൈറ്റ് കളറിലുള്ള ബാട്ടി പ്രിന്റ് ആണ്. ബാക്കിലും സെയിം 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട ബഗൽപൂരി സിൽക്കിൽ തന്നെയാണ്. സെന്ററിൽ ഗോൾഡൻ ബ്രൗൺ കളർ. ഇതുപോലെ താഴെ ടോപ്പിന്റെ ഡിസൈൻ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. 2.5 ആണ് ലെങ്ത്. ബോട്ടം ദുപ്പട്ടയുടെ സെന്റർ പോർഷന്റെ കളർ സെയിം മെറ്റീരിയൽ തന്നെ. താഴെ ഡിസൈൻ. റേറ്റ് 820, 820. അടുത്ത് ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ. ഡിസൈൻ സെയിം തന്നെ. ബാക്കിലും സെയിം 48-49 ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത്. ബഗൽപൂരി സിൽക്കിലാണ് കേട്ടോ ഒന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ്. ദുപ്പട്ട വന്നിട്ടുള്ളത് സെന്ററിൽ ലൈറ്റ് പിങ്ക് കളർ, പീച്ച് കൂടിയിട്ടുള്ള പിങ്ക് ആണ്. താഴെ 2.5 ആണ് ലെങ്ത്. ബോട്ടം വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെ. അതുപോലെ താഴെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ എടുക്കണം കേട്ടോ. റേറ്റ് 820, 820. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന പുതിയ കളക്ഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ആ ഓളും കൂടി സെലക്ട് ചെയ്യുക. വീഡിയോ FBയിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.